നമസ്കാരം. ഇന്നലെ നെന്മാറ സംഭവവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ ഇക്കാലത്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ഒന്ന് രണ്ട് തവണ ടങ് സ്ലിപ്പായിട്ട് ചില വാക്കുകൾക്ക് വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ചെന്താമര എന്ന് പറയുന്ന സ്ഥലത്ത് സുധാകരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചെന്താമര എന്ന ദുഷ്ടമൃഗത്തിനെതിരെ എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പ്രാർത്ഥന ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതും മറ്റു ചില അഭിപ്രായങ്ങളും പറയണമെന്നുള്ളൊരു മോഹം കൊണ്ടാണ് വീണ്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കേൾക്കുക. എന്താണെങ്കിലും ഒരാഴ്ചയായിട്ട് നമ്മുടെ നെന്മാറയും പരിസരം വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. 2019 ഈ നീചനായ ദുഷ്ടമൃഗം ചെന്താമര സുധാകരേട്ടൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി. അതിനുശേഷം ജയിലിൽ പോയി, പിന്നീട് ജാമ്യത്തിൽ വന്നു. ജാമ്യവ്യവസ്ഥകൾ ലഘൂകരിക്കപ്പെട്ടെങ്കിൽ പോലും വാർഡിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന നിബന്ധനകൾക്ക് കാറ്റിൽ പറത്തിക്കൊണ്ട് അയാളുടെ വീട്ടിൽ താമസം തുടങ്ങി. അതുകണ്ട് ഭീതിപ്പെട്ട നമ്മുടെ പെൺമക്കൾ പ്രത്യേക പെറ്റീഷൻ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. അതുപോലെ നാട്ടുകാരും അവിടെ ഒരു മാസ് പെറ്റീഷൻ കൊടുത്തു, ഒക്കെ വാർത്തകളിൽ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചെന്താമര വീണ്ടും അതിനിഷ്ഠൂരമായിട്ട് ഈ സുധാകരേട്ടനെയും അമ്മയെയും കൊലപ്പെടുത്തുകയാണ്. അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ്. ഈ നീചനായിട്ടുള്ള ഈ മനുഷ്യമൃഗത്തിന് ഇപ്പോൾ അറസ്റ്റിലാണ്. ഇനി ഒരിക്കലും ഒരാളുടെ കണ്ണിലേക്ക് പോലും, പുറത്തുള്ള ഒത്തുണ്ടിക്കാരുടെ വേറെ ആരുടെയെങ്കിലും കണ്ണിലേക്ക് പോലും നോക്കാത്ത തരത്തിൽ അയാൾ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ പണിഷ്മെൻ്റായിട്ടുള്ള ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തൂക്കി കൊല്ലൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അവനോട് ചോദ്യം ചെയ്യലിൽ വീണ്ടും രണ്ടുപേരെ കൂടി വകവരുത്താനുള്ള ഉദ്ദേശം കൂടി അയാൾ വെളിപ്പെടുത്തിയതായിട്ടാണ് വാർത്തകളിലൂടെ അറിയുന്നത്. എന്താണെങ്കിലും മനോരോഗിയായ മനുഷ്യൻ എന്നേ പറയാവൂ. ഇനി അതല്ല, ഈ മനോരോഗി സംശയരോഗിക്ക് അല്ല മന്ത്രവാദികളുടെയൊക്കെ ഇടപെടൽ അതിനകത്തുണ്ടോ എന്നും പോലീസ് പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദുർമന്ത്രവാദം കൊണ്ടുവന്ന് ഇയാളുടെ മനസ്സിനെ മാറ്റി കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ ബലി കഴിക്കുന്നൊക്കെ സംഭവം ഉണ്ടല്ലോ, അത്തരത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അവരെയും കൂടി പ്രതികർത്തണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്താണെങ്കിലും ഈ മനുഷ്യനെ തിരയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പോലീസിനോടൊപ്പം സഹകരിച്ചു. പക്ഷേ കിട്ടിയില്ല. പിറ്റേ ദിവസം വീട്ടിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ടായി. പോലീസ് സദാസമയം ജാഗരൂകരായിട്ട് നിരീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിനടുത്ത് വെച്ചിട്ട് അയാൾ പിടികൂടപ്പെടുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ ജനം തടിച്ചുകൂടുകയും ജനത്തിൻ്റെ പ്രതിഷേധം അതിരുകടക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേക ശ്രദ്ധേയമായ കാര്യം. ഞാൻ അതിൽ ജനങ്ങളോടൊപ്പം എല്ലാവരും നിൽക്കും. കാരണം ഇത്ര നിഷ്ഠൂരമായ കൊലപാതകം ചെയ്തിട്ട് ജനം ഉറങ്ങിക്കിടക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. തീർച്ചയായിട്ടും പ്രതികരണം ഉണ്ടാവും. പക്ഷേ അത് ഒരു അക്രമാസക്തമായ ജനക്കൂട്ടമായി മാറിയത് പ്രശ്നമായി. അത് മാറാൻ പാടില്ലായിരുന്നു. ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം അടുത്ത നടപടികൾക്ക് പോലീസിന് സൗകര്യം കിട്ടണമായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ഈ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്തുള്ള പ്രശ്നങ്ങൾ കാരണം എന്തിനധികം ഗേറ്റ് അടക്കം ചവിട്ടിപ്പൊളിക്കുന്ന അല്ലെങ്കിൽ മതിൽ പൊളിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിയത് വീഡിയോയിലൊക്കെ കണ്ടു, സോഷ്യൽ മീഡിയകളിലൊക്കെ പലതിലും കണ്ടു. അപ്പം അത്തരത്തിലേക്ക് നിങ്ങൾ മാറിയത് അതില്ലാത്ത അബദ്ധമായി പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ വീണ്ടും പറഞ്ഞു, പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷേ നിങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ കാരണത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അയാളെ വിട്ടുകെട്ടണോ? നടക്കുന്ന കാര്യമാണോ? പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ നിങ്ങളുടെ കൈകളിലേക്ക് ഇട്ട് തന്നിട്ട് നെന്മാറ ടൗണിൽ കൊണ്ടുപോയിട്ട് ആൾക്കൂട്ട കൊലപാതകം ചെയ്യാൻ വേണ്ടി പോലീസ് വിട്ടുതരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അതില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടും നിങ്ങൾ പലരും വളരെ അക്രമാസക്തമായ രീതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ മഹാമോശമായി. ആലോചിച്ച് നോക്കും. അതുകൊണ്ട് എന്താ ലാഭമുള്ളത്? നഷ്ടം മാത്രമല്ലേ ഉള്ളൂ. കേസെടുക്കലും അതുപോലെ തന്നെ അവരുടെ ജോലി സമയങ്ങൾക്ക് ഈ ഗതികെട്ടവൻ, ഈ പറഞ്ഞ ചെന്താമരയുടെ എന്ന ഗതികെട്ടവൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് ചെറിയ തടസ്സങ്ങൾ നേരിട്ടല്ലേ. അപ്പോൾ അക്രമസക്തമായ ജനക്കൂട്ടമാകണോ വേണ്ടോ എന്നുള്ള കാര്യം അല്ലെ. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഒരു കൃത്യമായ നേതൃത്വം ഇല്ലാത്ത ഒരു ജനക്കൂട്ടം, പല സ്ഥലത്തുനിന്നും വന്നിട്ടുള്ള ആൾക്കാർ, എല്ലാ സ്ഥലങ്ങളിലും പോലീസിനെതിരെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് അവർക്ക് പെറ്റിക്കേസ് കൊടുത്തവരും അല്ലെങ്കിൽ പോലീസ് നേരത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവർക്കെതിരെ ഉണ്ടാക്കിയവരൊക്കെ ആയിരിക്കും അതിൻ്റെ മുൻപന്തിൽ നിൽക്കുക.
ഇവിടെ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇതൊരു പൊതുദ്ദേശമാണ്. പക്ഷെ അത് അക്രമാസക്തമാകേണ്ട കാര്യം എന്താണ്? അവർ വീണ്ടും കേസിലേക്ക് പോയില്ലേ? അതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? അപ്പോൾ അതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. ഇനിയെങ്കിലും അത് ജനങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വഴിയെ അതിൻ്റെ ഭാഗം പറയാം. മറ്റൊന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ് എന്ന് ആരോപിക്കപ്പെടുന്നത്. ആ വീഴ്ച പെറ്റീഷൻ കൊടുത്തിട്ടും അതല്ലെങ്കിൽ മാസ് പെറ്റീഷൻ കൊടുത്തിട്ടുമൊക്കെ ഇയാൾ അവർ തന്നെ സുഖമായി താമസിച്ചിരുന്നു എന്നൊക്കെയുള്ള പല ആരോപണങ്ങളും. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അതിൽ എൻ്റേതായ ചില കാരണങ്ങൾ കുറച്ചു കാലം കൂടി ഇരിക്കട്ടെ. അപ്പോൾ അതിൽ വീഴ്ച ഉണ്ടെന്നുള്ള നിഗമനത്തിൽ തന്നെ പോലീസ് മേലധികാരികൾ അവിടുത്തെ SHOനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യാന്നുള്ള നടപടി എടുക്കുകയല്ലേ, പിന്നെ വീണ്ടും അതിലെ പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണത്തിൻ്റെ ഭാഗത്തിലേക്ക് ജനങ്ങൾ വരാൻ പാടില്ല, നടപടി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്, പോലീസിനെ കുറിച്ച് പൊതുവെയുള്ള ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ പോലീസ് നിഷ്ക്രിയമാണ് എന്നുള്ളതാണ്. പല സ്ഥലത്തും തല്ലുവടിയൊക്കെ ഉള്ളതൊക്കെ ജനങ്ങൾ അപ്പോൾ അത് മാറ്റി പറയുകയും ചെയ്യും. ജനങ്ങൾ ഇഷ്ടംപോലെ കേസ് അന്വേഷിച്ച് തെളിയിക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യും. ചെറിയൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ, അബദ്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ മൊത്തം കുറ്റം പറയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മനഃപൂർവ്വമുള്ളൊരു ഉപേക്ഷ ഉണ്ടാവുകയോ ഇല്ലെന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, അന്വേഷിച്ചെത്തട്ടെ. ഞാൻ അതിൽ കിടക്കണില്ല. പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട്, പോലീസ് നിഷ്ക്രിയമായി പോയാൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. പോലീസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, വിഷയങ്ങളിൽ ഇടപെടാതെ വിഡ്രോ ചെയ്യാൻ, അപ്പോൾ അത് വില്ലേജ് ഓഫീസല്ലല്ലോ പോലീസ് സ്റ്റേഷൻ. ഒരു വിഷയം സർട്ടിഫിക്കറ്റിന് വരുമ്പോൾ കൊടുക്കുക എന്നുള്ളതല്ല, അങ്ങനെയല്ലല്ലോ. പോലീസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അവിടെ പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പണ്ട് എൻ്റെ DYSP ഉണ്ടായിരുന്നു, DYSP സാർ ശ്രീനിവാസ് സാർ. അദ്ദേഹം എന്താണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട ജോലിയും ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഇത്ര എന്താ, ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് പേഴ്സൺ ഓർ നേഷൻ എന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം അതിലും കടന്നു ചിന്തിച്ചിരുന്നു. ആദ്യം പോലീസ് ചെയ്യേണ്ടത് ഇൻ്റലിജൻസ് കളക്ഷനാണ്. അത്രേ കൃത്യമാണത്, മനസ്സിലാക്കണം. ഇൻ്റലിജൻസ് കളക്ഷൻ ഉണ്ടെങ്കിൽ തന്നെയാണല്ലോ അവിടെ പ്രശ്നങ്ങൾ തടയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിലും എല്ലാ വിഷയത്തിലും പോലീസ് ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഉപദേശിക്കാൻ ആരും ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ വിചാരിക്കേണ്ട, ഇനിയിപ്പോൾ വിചാരിച്ചപ്പോൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുക, ആ വിഷയത്തെ തടയാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ വന്ന എല്ലാം കഴിഞ്ഞതിന് ശേഷം സിനിമയിൽ പോലീസ് പോകും പോലെ അതിലർത്ഥമില്ല. പല സമയത്തും നമുക്കങ്ങനെ ദൗർഭാഗ്യവശാൽ പറ്റുന്നുണ്ട്. പക്ഷെ മനഃപൂർവ്വമുള്ള ഉപേക്ഷ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. പോലീസിനെ നിരീക്ഷിക്കാൻ ഒരു 50 ക്യാമറകൾ പോലീസ് പുറത്തിറങ്ങുമുണ്ടാകും എന്ന ധാരണയിൽ വേണം. ഇന്നത്തെ എല്ലാ ജനങ്ങൾക്കും നിയമപരമായിട്ട് അറിവും കൂടുതലുണ്ട്. പഴയ 8ാം ക്ലാസ്സിലുള്ള പോലീസിൻ്റെ കാലത്തുള്ള ജനങ്ങളല്ല ഇന്ന് അഭ്യസ്തവിദ്യ ജനമാണ് അഭ്യസ്തവിദ്യരെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതിനെ സമീകരിച്ചുകൊണ്ട് പോലീസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ നിയമപരിജ്ഞാനം വേണം. നിയമപരിജ്ഞാനവും കൃത്യമായിട്ടുള്ള വകതിരിവും ഉണ്ടെങ്കിൽ ഏത് വലിയ വിഷയത്തെയും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം. ഉറപ്പായിട്ടും പറ്റും, ഒരു സംശയമില്ല. വളരെ പക്വതയോടെ ജനങ്ങളുടെ ആ പൾസ് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഇടപെടൽ നടത്തുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് 1-2 ആൾക്കാർ വീണ്ടും തെറിച്ച് വന്നാലും ബാക്കി ഭൂരിപക്ഷം ആളുകളും സമാധാനം പാലിച്ചു പോകും. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പിഴവ് ഇല്ലാതിരിക്കട്ടെ എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ ഇതിനോടൊപ്പം വയ്ക്കുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിലുള്ള അനാവശ്യ പ്രചരണങ്ങൾ, അവർ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ട്രെൻഡിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ അയാളെ പേര് പറയുകയോ ചാനലിനെ കുറിച്ച് പറയുകയോ ചെയ്യുന്നില്ല. എനിക്ക് അവരോട് മത്സരിക്കാനുള്ള ഒരാളല്ല. ഞാൻ അത്തരത്തിലൊരു യൂട്യൂബ് ചെയ്യുന്ന ആളുമല്ല. അതിൽ ആദ്യം അദ്ദേഹം പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ജനം തടിച്ചുകൂടി, ജനങ്ങളുടെ ആവശ്യം അവിടെ പ്രതിയെ വിട്ടുകിട്ടുക എന്നുള്ളതാണ്, ആൾക്കൂട്ടം മർദ്ദനത്തിന് വിധേയമാക്കുമെന്നാണ്, പോലീസ് സ്റ്റേഷൻ്റെ മതിലുകൾ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം വാചകം പറഞ്ഞത്, പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ പോലീസ് യാതൊരു പരിക്കും കൂടാതെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് അവനെ റിമാൻഡ് ചെയ്തിട്ട് മൃഷ്ടാന്ന ഭോജനത്തിന് ശേഷം ജാമ്യം കിട്ടി വീണ്ടും കൊലപാതകത്തിലുള്ള സംവിധാനം ചെയ്യലാണ് ഇന്നത്തെ നിയമ സംവിധാനം എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഡിത്തരൊന്നും പറയാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് എന്ത് തരത്തിലുള്ള പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പൊതുജനങ്ങളെ അറിയിക്കുക. അപ്പോൾ അതാണ് മറ്റൊന്ന്. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ചിന്താമര എന്ന ദുഷ്ടമൃഗത്തിനെ കസ്റ്റഡിയിൽ കിട്ടും. പോലീസിൻ്റെ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ കിട്ടും. ഈ കസ്റ്റഡി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവന് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് കൊണ്ടുവരും. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ പ്രതിരോധവും അല്ലെങ്കിൽ പ്രതിഷേധവും ആവശ്യമാണെങ്കിൽ പോലും ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തടസ്സമാകാതിരിക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഇയാൾക്കെതിരെ തെളിവുകൾ ശേഖരിക്കുകയും എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും.
അപ്പം അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, പക്ഷെ അതിന് പ്രതികരണവും പ്രതിഷേധവുമായിട്ട് അവരുടെ ജോലിക്ക് തടസ്സം വരുത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കേസ് കൂടി എടുത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടാവും, പക്ഷെ അതിലർത്ഥമില്ല. കേസെടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കതിനെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് എൻ്റെ പോയിന്റ്. 2-3 പോയിന്റുകൾ. ഒന്ന് ഇതാണ്, ലാസ്റ്റ് പോയിന്റ്. അവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന ചെന്താമരയെന്ന ദുഷ്ടമൃഗത്തിന് എതിരെ എന്തെല്ലാം തെളിവുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക. പിന്നീട് സാക്ഷി വിസ്താരം വരുമ്പോൾ, കോടതിയിൽ വിചാരണ വരുമ്പോൾ ആരും തെളിവ് മാറ്റി, ഈ സാക്ഷിമൊഴികൾ മാറ്റി പറയാതിരിക്കുക. അങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുകയുള്ളൂ. പല കേസുകളും ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ സാക്ഷികളുടെ മൊഴിമാറ്റമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത്തരത്തിലുള്ള വിഷയം വേണ്ട. ഈ ചെന്താമരയെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, പറ്റാവുന്നവരൊക്കെ തെളിവുകൾ കൊടുക്കുക, പറ്റാവുന്നവരൊക്കെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സഹായിക്കുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. കോടതിയിൽ കൊണ്ടുവരും. കോടതി ഇത്ര നിഷ്ഠൂരമായ കൊലപാതകം ചെയ്തിട്ട് ഈ പോലീസ് സ്റ്റേഷന് മുന്നിലാകെ വന്നിട്ട് കലാപം ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ഈ പറഞ്ഞ തെളിവ് കൊടുക്കാൻ തയ്യാറാവണ്ടേ. അപ്പോൾ അതുകൂടി ജനങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഒത്തിരി വലുതായെങ്കിൽ ക്ഷമിക്കുക. എന്താണെങ്കിലും അവിടെ നാളെയായിട്ട് എത്തുന്ന ഈ തെളിവെടുപ്പിന് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെന്താമര എന്ന ആ ദുഷ്ടമൃഗത്തിനെ കാണുമ്പോൾ വൈകാരികത നിയന്ത്രിക്കുകയും അതിനെതിരെ തെളിവുകൾ ഹാജരാക്കി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. സുഗമമായ കേസന്വേഷണം നടത്താൻ പോലീസിനെ സഹായിക്കുക എന്നുള്ളതാണ്. കാരണം ഇനി ചെയ്യാൻ അതേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അയാളൊന്നും വിട്ടുകിട്ടാൻ സാധ്യതയില്ല. ഒരിക്കലും സാധ്യതയല്ല, നടക്കില്ല. പിന്നെ എന്തിനാ വെറുതെ അത്തരത്തിലുള്ളൊരു എഫർട്ട് എടുക്കുന്നത് ഒരാവശ്യമില്ലാതെ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ ദുഷ്ടനായിട്ടുള്ള ചെന്താമര എന്ന മൃഗത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉറപ്പാണ്, സംശയമേ ഇല്ല. അത് എത്ര പെട്ടെന്നാകും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. പോലീസിന്റെ കേസന്വേഷണ നടപടി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അത് കോടതിയിൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത ശേഷം പ്രത്യേകമായ ഒരു താല്പര്യം എടുത്തുകൊണ്ട്, ഈ കേസിന് താല്പര്യം എടുത്തുകൊണ്ട് ഒരാളതിന് 3 കൊലപാതകം ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ സംഭവം കൂടി പെട്ടെന്ന് തന്നെ കേസ് കോടതിയിൽ വിചാരണ കഴിഞ്ഞ് ഇവന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം തന്നെ. നമസ്കാരം.